ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെയെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഈ ഓണത്തിന് നമ്മളുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു കറികളുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പം നമ്മൾ രാവിലെ തന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ തേങ്ങ ചിരക്കി കൊടുത്തു. ഞാൻ കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പള്ളി പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞായറാഴ്ച ആയിരുന്നില്ല ഈ തവണ ഓണം. അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ ഹറിബറി ആയിരുന്നേ. അങ്ങനെ പള്ളി പോണേക്കാളും മുന്നേ അമ്മേനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ നമ്മൾ നേരത്തെ കണ്ടേ. തേങ്ങ ചിരണ്ടി ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നാക്കി. പയർ പിന്നെ ഓൾറെഡി വെള്ളത്തിലുണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ കായൊക്കെ വറുത്തു. അങ്ങനത്തെ ഈ പായസം ഞാനുണ്ടാക്കി കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കി. അമ്മ ഇഞ്ചിക്കറി റെഡിയാക്കി. ഇത് നമ്മുടെ മത്തങ്ങയും പയറുമാണ്. പപ്പടം ഞാനാണ് കാച്ചിയത്. പിന്നെ നമ്മുടെ കൂട്ടുകറി. ഇതാണ് നമ്മുടെ ക്യാബേജും ക്യാരറ്റും അലുത്തിയത്. അച്ചാർ, നാരങ്ങ അച്ചാർ. നമ്മുടെ എന്താണ് നമ്മുടെ ശർക്കര വരട്ടിയും കായ വറുത്തതും, സാമ്പാർ, അവിയൽ, കാളൻ, പുളിയിഞ്ചി, അങ്ങനെ ഇത്രയും കൂട്ടം കറിയും കൂട്ടി എന്താ പറയുക ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഭയങ്കര ഒരു മൂടിയായിട്ടുള്ള ദിവസമായിട്ടാണ് തോന്നിയത് സത്യത്തിൽ. കാരണം രാവിലെ നേരത്തെ നീറ്റൊക്കെ ഒരുവിധമൊക്കെ ഹെൽപ്പ് ചെയ്തു അമ്മേനെ. എങ്കിലും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചെറിയ സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാ കറികളും കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. പപ്പടവും അച്ചാറും ചമ്മന്തി എന്ന് നമ്മുടെ നമ്മുടെ ഇഞ്ചിക്കറിയും അച്ചാറും എല്ലാം കൂടി കുഴച്ച് ഒരു വായം കൂടി കഴിക്കുകയാണ്. നല്ല രീതിക്ക് ടയേർഡായിരുന്നു കേട്ടോ. അതാട്ടോ ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കണേ. പള്ളിയിലൊക്കെ പോയി വന്ന് കണ്ണൊക്കെ എഴുതിയതൊക്കെ കഴുകിക്കളഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും പോയി തിരിച്ച് വന്നാൽ അപ്പോൾ കണ്ണൊക്കെ എഴുതിയതൊക്കെ കഴുകിക്കളയണം, കമ്മൽ ഊരിക്കളയണം, തലയൊക്കെ ഒന്ന് ബണ്ണാക്കി കെട്ടണം, എന്നാലും ഒരു സമാധാനമുള്ളൂ സത്യത്തിൽ. അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കണേ. സോറി കേട്ടോ. പിന്നെ ഇതെല്ലാം കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പപ്പടവും പായസമായിട്ട് കഴിക്കാൻ പോണേ. എന്താ പറയുക, വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻറ്റാണ്. പാലടയായിരുന്നു കേട്ടോ. പാലട എന്താ പറയുക, നമ്മുടെ പപ്പടമൊക്കെ കൂട്ടി കുഴച്ച്. എനിക്ക് പഴം കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് സൂപ്പറായിട്ട് കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു പ്രത്യേക ടേസ്റ്റ് പപ്പടം കൂട്ടി നമ്മൾ പായസം കുടിക്കുമ്പോൾ. അതുപോലെ തന്നെ പായസം ഇന്നുണ്ടാക്കിയ പായസം നാളെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, അതൊക്കെ എന്താ പറയുക വഹിച്ചെടുത്തിട്ട് ഒരു സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഇതൊക്കെ കൂട്ടി കഴിച്ചു. ഇത് കഴിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ മധുരം തലയ്ക്ക് പിടിക്കുമ്പോൾ ഒരു നുള്ളിൽ അച്ചാർ ഇങ്ങനെ തൊട്ട് വെക്കും. അപ്പോൾ ആ ഒരു മധുരം അവിടെ കൺട്രോൾഡായി. അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. പിന്നെ വാഴയിലൊക്കെ പപ്പ വീട്ടിൽ കൊണ്ടുവന്ന്. അങ്ങനെ ഇത്തവണത്തെ ഓണം കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ബിലേറ്റഡ് ഹാപ്പി ഓണം. ഓൾറെഡി വിഷ് ചെയ്തിരുന്നു. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എനിക്ക് അത്ര നന്നായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.